ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അങ്കമാലി സ്റ്റൈൽ പോർക്ക് വരട്ടിയതാണ്. ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ മാത്രമേ പിന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കുള്ളൂ. അത്രയ്ക്കും രുചിയാണ്. പിന്നെ ബീഫ് വിന്താലും ഉണ്ടാക്കിയിട്ട് ഒരുപാട് കമൻറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ആ ഒരു മെത്തേഡിൽ ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടമായെന്നും ആ ഗ്രേവി തന്നെ കഴിക്കാൻ നല്ല രുചിയാണെന്നും പറഞ്ഞ് ഒരുപാട് എനിക്ക് മെസ്സേജും കമൻറ്റുകളായിട്ടൊക്കെ വരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ റെസിപ്പികളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ടെന്ന് കേട്ടതിൽ. പെട്ടെന്ന് നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പോർക്കാണ്. ഇതാ നോക്കി, ഇതേപോലെ ഈ ഒരു സൈസിലുള്ളതാണ് എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനൊരു 1/2 കിലോത്തിൻ്റെ ഒരു വലിയ പീസ് വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഒരേപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മിയെടുക്കണം. ഇങ്ങനെ തിരുമ്മിയെടുക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഇടുന്നത് കൊണ്ട് തന്നെ ആ പോർക്കിൻ്റെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പോർക്കൊക്കെ കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരും. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചെറുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് 3 കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഇങ്ങനെ പോർക്ക് വരട്ടിയ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് ചതച്ചെടുക്കാൻ തന്നെ ശ്രമിക്കണം. പേസ്റ്റായിട്ടൊന്നും എടുക്കരുത്. നമുക്കിങ്ങനെ ഇടിക്കണ കല്ലില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും നമുക്കൊന്ന് ചതച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചില്ലേ, അതൊന്ന് നന്നായിട്ട് പോർക്ക് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ നമുക്ക് ഒരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാവുന്നത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് ചെയ്യുന്നത്. കുക്കറൊന്നും ആവശ്യമില്ല. ആ മീറ്റ് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, പാകത്തിന് ഉപ്പും, പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നോർമലി ബീഫൊക്കെ ചെയ്യുമ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഈ അത്രയും പോലും വേവ് ഈ പോർക്കിനില്ല. അതുകൊണ്ട് നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അതൊന്ന് പാകത്തിന് വേവിച്ചെടുക്കാം. ഇതാ നോക്കി, ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒട്ടും പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ മീറ്റിൽ നിന്ന് തന്നെയാണ് വെള്ളം വരുന്നത്. അതുകൊണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. പോർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു നന്നായി തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതാ നോക്കി, ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്ത് മിക്സ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കണം. പാകത്തിന് മീറ്റൊന്ന് വെന്താന്നൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്ക് അടച്ച് തന്നെ വെച്ച് കൊടുക്കരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി. ഇതാ നോക്കി, നല്ല രീതിയിൽ തന്നെ എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ആ ഒരു വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് പോർക്ക് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ നോൺ സ്റ്റിക്ക് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. 1 കുടം വെളുത്തുള്ളി ചതച്ചതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി, നേരത്തെ നമ്മൾ 3 കഷ്ണം ഇഞ്ചി കാണിച്ചതിൽ 2 എണ്ണം ചതച്ച് ആദ്യമേ ചേർത്തു. ബാക്കിയുള്ള 1 കഷ്ണം ഇപ്പോൾ ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് 2 സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയൊക്കെ വഴറ്റുമ്പോൾ ഒരല്പം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് മൂത്ത് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പോർക്ക് വേവിച്ചപ്പോഴത്തേക്കും അതുമേൽ നിന്ന് തന്നെ കുറച്ച് നെയ്യ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ആകെ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും അതിൻ്റെ നെയ്യും കൂടി. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1.5 ടീസ്പൂൺ
മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറണ വരെ നന്നായി വഴറ്റി കൊടുക്കണം. 1.5 ടീസ്പൂണാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടി 1.5 ടീസ്പൂണും ഗരം മസാല 1 ടീസ്പൂണുമാണ്. എല്ലാ മസാലപ്പൊടിയും കൂടി നമുക്ക് ആ സവാളയിലിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാത്തിൻ്റെ ആ റോ ഫ്ലേവറൊക്കെ മാറി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാ നോക്കിയാൽ നല്ല രീതിയിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പോർക്ക് ചേർത്ത് കൊടുക്കാം. പോർക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വരട്ടി ഡ്രൈ ആക്കി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി സ്റ്റൈൽ പോർക്ക് വരട്ടിയത് ഇവിടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നല്ല രീതിയിലൊന്ന് നമുക്കത് വരട്ടി ഫ്രൈ ആക്കിയെടുക്കാം. പോർക്ക് വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കി എടുക്കുകയുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് വരട്ടിയതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. തേങ്ങയുടെ കൊത്ത് ഇഷ്ടമുള്ളവരെ നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതും നല്ലൊരു കോമ്പിനേഷനാണ്. തേങ്ങാക്കൊത്തിട്ട അങ്കമാലി പോർക്ക് ഫ്രൈ ചോറിനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു ഫ്രൈയും ഇതും ഒരു നല്ല തൈര് ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചോറുണ്ടാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി പോർക്ക് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.